ഞാനും നമ്മുടെ സ്നേഹവും കാരണം നിനക്ക് സ്വന്തം വീടിന്റെ മതിൽ തന്നെ ചാടേണ്ടി വന്നല്ലേ. ഇങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ നടത്താൻ നമ്മൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാവാത്തെ. അതെ, ഞാനിവിടെ കുറച്ചു നേരം നിൽക്കൂ. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് തിരിച്ചു പോവുകയും വേണം. ആ ഉള്ള സമയത്ത് തന്നോടൊപ്പം സന്തോഷമായിട്ടിരിക്കണം. അതിനിടയ്ക്ക് വിഷമമൊന്നും പറയണ്ട. തന്നോട് അച്ഛനോ അവന്തികേട്ടത്തെയോ സംസാരിക്കാൻ മറ്റോ ചെയ്തോ? ഇല്ല, ഞാൻ എപ്പോഴും ആ മുറി തന്നെയാ. നീ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല. നീ എന്നാ തിരിച്ചു വരുന്നേ? വരാം. ഇവിടെ എല്ലാവരും ദേഷ്യമൊക്കെ ഒന്ന് മാറട്ടെ. കുറച്ച് ദിവസം കൂടെ നോക്കാം. എന്നിട്ടും ഇവിടുത്തെ അവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ലെങ്കിൽ നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാം. അതുവരെ കാണുമെന്ന് തോന്നുമ്പോഴൊക്കെ ദാ ഞാൻ ഇതുപോലെ മതിൽ ചാടി വന്നോളാം. അല്ലെങ്കിലും തന്നെ കാണാൻ വരുമ്പോ മതിൽ ചാടി വരുന്നതൊരു പ്രത്യേക സുഖം. ശരിക്കും നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തിനൊന്നും ഒന്നും പറ്റിയിട്ടില്ലടോ. താനിങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്നുണ്ടാ ഈ വിഷമം. എപ്പോ വേണേലും വിളിക്കാലോ. കാണണം തോന്നുമ്പോ ഇതുപോലെ കാണാം, അടുത്തിരിക്കാം, സംസാരിക്കാം. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാ ഞാൻ വീട്ടിലേക്ക് വരും. അത് കഴിഞ്ഞാ മരണം വരെ നമ്മൾ ഒന്നിച്ചല്ലേ. അതിനു മുമ്പുള്ള ചെറിയൊരു വേർപിരിലാണ് ഇതെന്ന് കരുതിയാ മതി. അതെ, പഴയ പോലെ അല്ല. ഇപ്പൊ താ മാത്രമല്ല, ദാ ഇതിനകത്തെ എൻ്റെ ഒരു സ്വത്തും കൂടിയുണ്ട്. അതറിഞ്ഞു വേണം ജീവിക്കാൻ, കേട്ടോ? ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഞാൻ തകരാതെ പിടിച്ചു നിൽക്കുന്ന കാരണം ദാ ഇതാണ്. എല്ലാ സൗകര്യത്തോടും നമ്മുടെ മുഴുവൻ സ്നേഹത്തോടും നമുക്ക് വളർത്തണം ഈ കുഞ്ഞിനെ. അത് ഇവിടെ പറ്റിയില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും. എന്നിട്ട് കുറേ വർഷം ഇങ്ങനെ ജീവിക്കണം. എന്തുപറ്റി? അതിരെ എന്തു പറ്റിയടോ? അതിരെ